നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസ് അഥവാ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തുവെക്കാത്ത ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ പുറത്തിറക്കിയിരിക്കുന്ന ആരോഗ്യ സഞ്ജീവനി പോളിസി പദ്ധതി. ഈ കൊറോണ കാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേട്ട വാക്കുകളിൽ ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ്. ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലരും മനസ്സിലാക്കുന്നത് കൊറോണ കാലത്ത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ 130 കോടി ജനങ്ങളിൽ 4.2% പേർക്ക് മാത്രമേ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ എന്നതാണ് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി താഴേക്കിടയിലുള്ള ആളുകൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആരോഗ്യ സഞ്ജീവനി എന്ന പേരിൽ ഒരു പദ്ധതി പുറത്തിറക്കിയത് ഇതിന്റെ ഭാഗമായിട്ടാണ്. ഈ കഴിഞ്ഞ 2020 ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. ആരോഗ്യ സഞ്ജീവനി എന്ന ഈ പദ്ധതിയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ പരിശോധിക്കാം. റൂം റെന്റ്, ICU ചാർജ്, മോഡേൺ ട്രീറ്റ്മെന്റ്, റോഡ് ആംബുലൻസ് ചാർജ്, ഓൾ ഡേ കെയർ ട്രീറ്റ്മെന്റ്, പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ആയുഷ് ട്രീറ്റ്മെന്റ് തുടങ്ങിയവ ലഭിക്കുന്നതാണ്. പദ്ധതിയിൽ ആർക്കൊക്കെ പ്രവേശിക്കാം എന്നും ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത് എന്തൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം. വ്യക്തിഗതമായോ അതായത് ഇൻഡിവിജ്വലായോ കുടുംബത്തിന് മൊത്തമായോ പോളിസി എടുക്കാം. ഫാമിലി ഫ്ലോട്ടർ പ്ലാനിൽ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, പങ്കാളികളുടെ മാതാപിതാക്കൾ എന്നിവരെയെല്ലാം ഉൾപ്പെടുത്താനാകും. ഒരു വ്യക്തി തനിച്ച് ഈ പദ്ധതിയിൽ അംഗമാകുമ്പോൾ മിനിമം 18 വയസ്സും മാക്സിമം 65 വയസ്സും ഉള്ള ആളായിരിക്കണം. അതുപോലെ ഫാമിലി ഫ്ലോട്ടർ പദ്ധതിയിൽ 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആർക്കും പോളിസി എടുക്കുന്നതോടൊപ്പം തന്നെ 3 മാസം മുതൽ 25 വയസ്സുവരെയുള്ള പ്രായമുള്ള ആശ്രിതരായ കുട്ടികളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനാകും. 1 വർഷമാണ് ഈ പോളിസിയുടെ കാലാവധി. ആജീവനാന്തം പോളിസി പുതുക്കാനാകും. അടുത്തത് സം ഇൻഷുർഡ് ഓപ്ഷനാണ്. 9 തരത്തിലുള്ള സം ഇൻഷുർഡുകളാണ് ഈ പദ്ധതിയിൽ ലഭ്യമായിട്ടുള്ളത്. 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 3.5 ലക്ഷം, 4 ലക്ഷം, 4.5 ലക്ഷം, 5 ലക്ഷം. ഇങ്ങനെ 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള സം ഇൻഷുർഡ് തുക ഇൻഡിവിജ്വലായും ഫ്ലോട്ടറായും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇൻഡിവിജ്വലായും ഫ്ലോട്ടറായും എടുക്കുന്ന ഈ പദ്ധതിയിൽ അഡീഷണൽ പ്രീമിയം അടച്ചുകൊണ്ട് ഓരോ കുട്ടിക്കും അഡീഷണൽ പ്രീമിയം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ പാരന്റ്സിൻ ലോയ്ക്കും കൂടുതൽ പ്രീമിയം അടച്ചുകൊണ്ടും അവരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനാകും എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. അടുത്തത് ഹോസ്പിറ്റലൈസേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. മിനിമം 1 ദിവസമെങ്കിലും അഥവാ 24 മണിക്കൂറെങ്കിലും ഉള്ള ആശുപത്രിവാസം ക്ലെയിം ചെയ്യാവുന്നതാണ്. അവ കമ്പനിയുടെ 14,000-ലധികം വരുന്ന നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ നിന്നും ക്ലെയിം ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ എഗ്രീഡ് നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ നിന്നും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ നിന്നും ക്യാഷ്ലെസ്സായി ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളല്ലാത്ത നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ നിന്നും റീഇംബേഴ്സ്മെന്റ് സൗകര്യവും ലഭിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ ഓരോ സം ഇൻഷുർഡ് തിരഞ്ഞെടുക്കുമ്പോഴും പെർ ഡേ റൂം റെന്റ് എത്ര ലഭിക്കുമെന്ന് നോക്കാം. സം ഇൻഷുർഡ് 1 ലക്ഷം രൂപ തിരഞ്ഞെടുക്കുന്നവർക്ക് പെർ ഡേ 2,000 രൂപയും 1.5 ലക്ഷം രൂപ തിരഞ്ഞെടുക്കുന്നവർക്ക് പെർ ഡേ 3,000 രൂപയും 2 ലക്ഷത്തിന് പെർ ഡേ 4,000 രൂപയും 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ പെർ ഡേ 5,000 രൂപയും റൂം റെന്റ് ലഭിക്കുന്നു. എന്നുവെച്ചാൽ എടുക്കുന്ന സം ഇൻഷുർഡിന്റെ 2% മാക്സിമം 5,000 രൂപയും പെർ ഡേ റൂം റെന്റ് ലഭിക്കുന്നു. അടുത്തത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICU ചാർജ് എത്ര ലഭിക്കുന്നു എന്ന് നോക്കാം. സം ഇൻഷുർഡ് 1 ലക്ഷം എടുക്കുന്നവർക്ക് 5,000 രൂപയും 1.5 ലക്ഷത്തിന് 7,500 രൂപയും 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 14,000 രൂപയും ICU ചാർജായി ലഭിക്കുന്നു. അതായത് എടുക്കുന്ന സം ഇൻഷുർഡിന്റെ 5% മാക്സിമം 14,000 രൂപയും പെർ ഡേ ICU ചാർജായി ലഭിക്കുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ കണക്റ്റഡ് ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊഫഷണൽസിന്റെ ഫീസുകളായിട്ടുള്ള സർജറിയൻ, അനസ്തീറ്റിസ്റ്റ്, മെഡിക്കൽ പ്രാക്ടീഷണർ, കൺസൾട്ടൻസ്, സ്പെഷ്യലിസ്റ്റ് എന്നിവരുടെ ഫീസുകളും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ സർവീസസിലുള്ളത് അനസ്തേഷ്യ,
ബ്ലഡ്, ഓക്സിജൻ, OT ചാർജസ്, ഡയാലിസിസ്, ICU, സർജിക്കൽ അപ്ലയൻസസ് തുടങ്ങിയവയും ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസും, മെഡിസിൻ ആൻഡ് ഡ്രഗ്സ്, ഡയഗ്നോസ്റ്റിക്സ് മെറ്റീരിയൽസ്, എക്സ്റേ, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, സ്റ്റെന്റ് തുടങ്ങിയവയെല്ലാം തന്നെ ഹോസ്പിറ്റലൈസേഷൻ കണക്റ്റഡ് ട്രീറ്റ്മെന്റ് എക്സ്പെൻസസിൽ കമ്പനി വഹിക്കുന്നതാണ്. അടുത്തത് റോഡ് ആംബുലൻസ് ചാർജ്. മിനിമം 24 മണിക്കൂറെങ്കിലും അഥവാ ഒരു ദിവസമെങ്കിലും അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള IP ട്രീറ്റ്മെന്റുകൾക്ക് മാക്സിമം 2000 രൂപ വരെ ഓരോ ഹോസ്പിറ്റലൈസേഷനും ലഭിക്കുന്നു. അടുത്തത് ഡേ കെയർ, പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ്. ലോക്കൽ അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് സർജിക്കലായി നടത്തുന്ന 500-ൽ പരം ഡേ കെയർ ട്രീറ്റ്മെന്റ് ചിലവുകൾ മുഴുവനായും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അഡ്മിറ്റ് ആയിട്ടുള്ള ഇംപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷന് മുമ്പുള്ള പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചിലവുകളും കമ്പനി വഹിക്കുന്നതാണ്. അത് മാക്സിമം 30 ദിവസം വരെയുള്ളത് കമ്പനി വഹിക്കുന്നതാണ്. അതോടൊപ്പം ഹോസ്പിറ്റലൈസേഷന് ശേഷമുള്ള ഡിസ്ചാർജിന് ശേഷമുള്ള 60 ദിവസം വരെയുള്ള പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചിലവുകളും കമ്പനി വഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കാറ്ററാക്ട് സർജറിക്ക് അഥവാ തിമിര ശസ്ത്രക്രിയക്ക് എടുക്കുന്ന സം ഇൻഷുർഡിന്റെ 25% മാക്സിമം 40,000 രൂപ വരെ ഒരു സബ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ 1,00,000 രൂപ സം ഇൻഷുർഡിന് 25,000 രൂപയും 1.5 ലക്ഷത്തിന് 37,500 രൂപയും 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള സം ഇൻഷുർഡിന് 40,000 രൂപയും ഓരോ വർഷവും തിമിര ശസ്ത്രക്രിയക്ക് ലഭിക്കും. അടുത്ത ബെനിഫിറ്റ്, മോഡേൺ പ്രൊസീജിയേഴ്സ് ആർ കവേർഡ്. ആധുനിക ചികിത്സാ രീതികളായ സ്റ്റെം സെൽ തെറാപ്പി, റോബോട്ടിക് സർജറി, ഓറൽ കീമോതെറാപ്പി, ബലൂൺ സൈനോപ്ലാസ്റ്റി, ഇൻട്രാവിറ്ററൽ ഇഞ്ചക്ഷനുകൾ തുടങ്ങിയ നിരവധി ആധുനിക ചികിത്സാ രീതികൾ ഉൾപ്പെടും. ഇവയ്ക്കെല്ലാം തന്നെ എടുക്കുന്ന സം ഇൻഷുർഡിന്റെ 50% ക്ലെയിം ലഭിക്കുന്നതാണ്. അടുത്തത് നോൺ അലോപ്പതിക് ട്രീറ്റ്മെന്റ്. മോഡേൺ ട്രീറ്റ്മെന്റുകളായ അലോപ്പതിക് ട്രീറ്റ്മെന്റിന് പുറമെ നോൺ അലോപ്പതിക് ട്രീറ്റ്മെന്റുകൾ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റുകളും യോഗ ആൻഡ് നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റുകളും യുനാനി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ട്രീറ്റ്മെന്റുകളും ഈ പദ്ധതി പ്രകാരം ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അവ എടുത്ത സം ഇൻഷുർഡ് 100% ക്ലെയിം ചെയ്യാവുന്നതാണ്. അടുത്തത് നോ ക്ലെയിം ബോണസ്. ക്ലെയിം വരാത്ത ഓരോ വർഷവും കൃത്യസമയത്ത് പോളിസി പുതുക്കുന്ന വ്യക്തികൾക്ക് എടുക്കുന്ന സം ഇൻഷുർഡിന്റെ 5% വെച്ച് മാക്സിമം 50% വരെ നോ ക്ലെയിം ബോണസായി സം ഇൻഷുർഡ് വർദ്ധിച്ചു വരുന്നു. ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയുടെ സം ഇൻഷുർഡ് എടുത്ത ഒരു വ്യക്തി പോളിസി സമയപരിധിക്കുള്ളിൽ ക്ലെയിം വന്നിട്ടില്ല എങ്കിൽ അടുത്ത വർഷം കൃത്യസമയത്ത് പുതുക്കുന്ന വ്യക്തികൾക്ക് 5% വെച്ച് സം ഇൻഷുർഡ് വർദ്ധിച്ച് ലഭിക്കുന്നു. എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപയുടെ 5% 25,000 രൂപയും ക്ലെയിം വരാത്ത തുടർന്നുള്ള ഓരോ വർഷവും 5% വെച്ച് വർദ്ധിച്ച് മാക്സിമം 50%, 5 ലക്ഷത്തിന് 2.5 ലക്ഷം രൂപ അഡീഷണൽ ബോണസായി പരമാവധി 7.5 ലക്ഷം രൂപ വരെ വരും വർഷങ്ങളിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ പദ്ധതിയിൽ പ്രവേശിക്കുന്നതിന് 50 വയസ്സ് വരെ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെയും 51 വയസ്സിന് മുകളിലേക്ക് ഒരു വൈദ്യപരിശോധനയ്ക്ക് ശേഷവും ഈ പദ്ധതിയിൽ അംഗമാവാവുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് സർവീസ് മേഖലയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തോടു കൂടി പരമാവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആരോഗ്യ സഞ്ജീവനി എന്ന ഈ പദ്ധതി ആശുപത്രിവാസത്തിൽ ചിലവാകുന്ന തുകയുടെ 5% കോ പേയ്മെന്റ് ഉള്ളതാണ്. ഇനി ഈ പദ്ധതിയുടെ പ്രീമിയം ചാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് 5 ലക്ഷം സം ഇൻഷുർഡ് എടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ വ്യക്തിക്ക് 35 വയസ്സ് വരെ 4,170 രൂപയും 36 മുതൽ 45 വരെ 5,420 രൂപയും 46 മുതൽ 50 വരെ 7,590 രൂപയും 51 മുതൽ 55 വരെ 9,865 രൂപയും 56 മുതൽ 60 വരെ 12,825 രൂപയും 61 മുതൽ 65 വരെ
16,675 രൂപയുമാണ് പ്രീമിയം ചാർട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത്. പ്രീമിയമായി അടയ്ക്കുന്ന തുക 55,000 രൂപ വരെയുള്ളത് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 80D പ്രകാരം ആദായ നികുതി ഇളവ് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫാമിലി പാക്കേജിൻ്റെ കൂടുതൽ വിവരം അറിയുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൽ കൊടുത്ത മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.